ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭാര്യയ്ക്ക് സ്വർഗമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭാര്യയ്ക്കും ഭർത്താവിനും എന്നറിയുമോ? നാളെ സുബഹിക്ക് നീ എഴുന്നേൽക്കുകയാണ്, സ്വലാത്തു ഖൈറും മിനൻ നൗം. ഈ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു, നീ എഴുന്നേറ്റു, അല്ലാഹുവേ ഭർത്താവിനെ വിളിച്ചു, ഇക്ക എഴുന്നേക്കുന്നില്ല, നീ പോയിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വന്നു, അപ്പോഴും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാ. ആ ഒതുവെടുത്ത വെള്ളമുണ്ടല്ലോ, കയ്യിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടന്നിട്ട്, ഇച്ചാ എഴുന്നേറ്റ് നിസ്കരിക്കിച്ചാ എന്ന് വിളിച്ചുണർത്തുന്ന പെണ്ണേ, നിസ്കരിക്കാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാൻ ആ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കൊടയണം, എന്നിട്ട് വിളിച്ചുണർത്തണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, എൻ്റെ പൊന്നു സിറാജ് ഉസ്താദെ, അങ്ങനെങ്ങാണ് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടൊഴിച്ചാ അന്ന് എനിക്ക് കബറ് വെട്ടേണ്ടി വരും, കാരണം അതാ അവസ്ഥ. പിന്നെ എങ്ങനെ ഇനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റൂ. ഭാര്യയോ ഭർത്താവോ സുബഹിക്ക് ബാങ്ക് വിളിക്കണത് കേട്ടാൽ, എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് പള്ളി വരുന്നവൻ പോലും കേൾക്കണില്ല. കേൾക്കുന്നുണ്ടോ? സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നവൻ പോലും ബാങ്ക് വിളി കേൾക്കാറില്ല. 5:15 അലാറം വെച്ചിട്ട് കിടക്കുക, ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് വരിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെ നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ മകൻ നിസ്കരിക്കണം, നിന്റെ മകള് നിസ്കരിക്കണം, നിന്റെ ഭാര്യ നിസ്കരിക്കണം. നിന്റെ വീടിനകത്ത് കിടക്കുന്നവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയൂ, ഉസ്താദെ പറഞ്ഞു മടുത്തു ഉസ്താദെ, എത്ര വിളിച്ചാലും കേൾക്കൂല. ആരാ പറഞ്ഞേ? എടാ, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അടിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്തു പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഭർത്താവ് നിസ്കരിക്കത്തില്ലെങ്കിൽ, നിന്റെ മക്കള് നിസ്കരിക്കത്തില്ലെങ്കിൽ, അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് ഞാൻ പറയണ ഒരായത്ത് ഓതിക്കൊടു. അറബി അറിയത്തില്ല, അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഖുർആനിലെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ട വിഷയമല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ ബാക്കി പറയും. വേണോ വേണ്ടേ? കൈവക്ക്. കൈവക്കറോ പോങ്ങട്ടെ. വേണ്ട ഉസ്താദേ, പാപ്പ നാളെ വന്നിരുന്നിട്ട് പേടിക്കണ്ട, മരണത്തിന്റെ ആയത്തൊന്നുമല്ല, എന്നെ പള്ളിക്കുഴി കൊണ്ടുപോകുന്ന ആയത്തൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ തങ്ങൾ ചില ദിവസം തന്റെ മകനെ വിളിക്കുമ്പോ ഉറങ്ങും. മക്കളല്ലേ, ഉറങ്ങൂപ്പ. ചില ദിവസം സുബഹിക്ക് പള്ളിയിൽ പോകാൻ നേരത്ത് വിളിക്കുമ്പോ ഇപ്പൊ ഉറക്കം വരണം, ഇപ്പൊ വയ്യപ്പ അങ്ങനെ അടിച്ചു. ഇപ്പൊ ഉമർ തങ്ങൾ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കും ഈ ആയത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുറു അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹ് പറയുകയാ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്ക്. എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ, 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹ് തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ മയക്കുമരുന്ന് കച്ചവടമല്ലേ മോന്, കഞ്ചാവ് കച്ചവടമല്ലേ മോന്. എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം വെത്തി കുത്തിവെച്ചു കൊടുത്തത് നീയാ നിന്റെ മക്കളെ പിഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണേ. എന്തിനാ ഞാൻ തല്ലുകൊള്ളാനോ വെറുതെ? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഐറ്റവ കച്ചവടം ചെയ്യുന്ന മോൻ എന്തേ എളുപ്പം പൈസ ഉണ്ടാക്കാം. എളുപ്പ പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണുമ്പുള്ള. എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്ക്. അല്ലാഹ് പറഞ്ഞെന്തറിയോ, ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഉണ്ടാക്കണേ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും നൊരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവര് മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്ക്, ഏതുറക്കവും മാറും. ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം മരണത്തിന് അവന് പേടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുന്ന 3ാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? ദുൽ വജ്ഹൈ
രണ്ട് മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ അവര് പിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാണുമ്പോ പറയും, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ പറയും, അല്ലാഹു ഉസ്താദെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെ പറയണില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞോളാം. ഉസ്താദെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെപ്പോലെ ഒരു ഇമാമില്ല റബ്ബേ. നിങ്ങളെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഖബർ ഓർമ്മ വരും. അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് പൊക്കും. ഉസ്താദ് എല്ലാം കേട്ടിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അടുത്തവനെ കാണുമ്പോൾ ഇവനെ കാര്യം വരിക. അങ്ങോട്ട് ഇങ്ങോട്ട് കാണുമ്പോ മുഖത്ത് നോക്കിയിട്ട് നല്ലത് പറയും, അങ്ങോട്ട് മാറിയിട്ട് എതിര് പറയും. പടച്ചവനെ രണ്ട് മുഖം കാണിക്കുക. കാണുമ്പോ ചിരിക്കുകയും ചെയ്യും, മാറുമ്പോ ഉള്ളിനകത്ത് വിഷം വെച്ചുകൊണ്ട് നടക്കുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പരലോകത്ത് വരുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളിൽ, നാളെ പരലോകത്ത് വരുന്ന ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വെച്ച് ഏറ്റവും നീചനായ, ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയോ? അത് ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവര് പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? ഏഷണി പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവര്, പച്ചയിറച്ചി തിന്നുന്നവര്, ഫിത്നയുണ്ടാക്കുന്നവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെങ്ങളെ, നാലുപേര് കൂടി കഴിയുമ്പോ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ, പച്ചയിറച്ചി തിന്നുന്ന സഹോദരിമാര്, രണ്ട് മുഖമുള്ളവര്, രണ്ട് സ്വഭാവമുള്ളവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹു നിന്റെ നാക്ക് രണ്ടായി കീറുകയാണ്. രണ്ട് നാക്കുകളാണ്, രണ്ട് നാക്കുകളാണ്. അല്ലാഹ് നരകത്തിന്റെ തീയാലുള്ള നാക്കാ. ഉരുകുമടി മോളെ, നിന്റെ മുഖത്തിലെയും നിന്റെ ശരീരത്തിലെയും തുല്യതായ ഇറച്ചിയുണ്ടല്ലോ. ഈ തീയുടെ നാവ് കാരണം പടച്ചവനെ നിന്റെ ഇറച്ചി മുഴുവനും വെന്തുരുകുകയാ, ദുർഗന്ധമടിക്കുകയാ, ജനങ്ങൾ പേടിച്ചോടുകയാ. ലിസാനാനി മിനന്നാർ, രണ്ട് നാവുകളുമായിട്ടാണ് കടന്നു വരുന്നത്. കാരണം ദുനിയാവിലേശനി പറഞ്ഞവരാ, പരദൂഷണം പറഞ്ഞവരാ, പരസ്പരം തമ്മിലടിപ്പിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാവരും സമന്മാരാണ്. ഏഷണിയിലും പരദൂഷണത്തിലും പടച്ചവനെ ഒരു കുറവുമില്ലല്ലോ. ആലിമും കണക്കാണ്, ജാഹിലും കണക്കാണ്. പടച്ചവനെ എല്ലാവരും അവസരം കിട്ടുമ്പോ പരസ്പരം തമ്മിലടിപ്പിക്കുകയാ. അവിടെയും ഇവിടെയും നടന്നുകൊണ്ട് ഏഷണിയും പരദൂഷണവും പറയുകയാ. പലരും പറയും,
ഉസ്താദേ ഞാൻ പറയാറില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. എടാ കേട്ടാലും പറഞ്ഞവനെ പോലെയാടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാ ചിലപ്പോൾ തടമ്പുണ്ടാകാ, താടിയുണ്ടാകാ, ഖുർആൻ പഠിച്ചവനാകാ, ഉസ്താദാകാ, പ്രസംഗിക്കുന്നവനാകാ, ഹജ്ജ് ചെയ്തവനാകാ, നിസ്കരിക്കുന്നവനാകാ, കള്ളുകുടിയനാകാ, ആരുമാകട്ടെ നീ വിശ്വസിക്കല്ലേ, നീ വിശ്വസിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കല്ലേ. സത്യം എന്താണെന്നറിയാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യാവസ്ഥ അറിയാതെ നീ പറയരുത്. വാട്സപ്പിൽ വരുന്നത് മുഴുവനും ഷെയർ ചെയ്യരുത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ പഠിക്കണം. ഇല്ലാതെ ഒരു കുടുംബത്തെ നാണം കെടുത്തിയിട്ട്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട്, ഒരു പാവപ്പെട്ട സ്വാലിഹത്തായ പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട് അല്ലാഹുവേ ചെയ്തത് തെറ്റാണെന്ന് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് സാധാരണ പാപമല്ല, ഇത് നിസാര പാപമല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവേ പള്ളിയിൽ വന്ന് വേച്ച് നടന്ന് പള്ളിയിൽ വരും നിസ്കരിക്കാൻ, ഈ കേറ്റം കേറി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, സങ്കടം തോന്നാറുണ്ട്. പച്ചയിറച്ചി തിന്നുന്നവരാകരുത്, പച്ചയിറച്ചി തിന്നുന്നവരാകരുത്. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് നിസാരമാണെന്ന് കരുതല്ലേ.